നമസ്കാരം. ജ്ഞാനവാപി അങ്ങനെ ഒരു സംസ്കൃത നാമം ഒരു മുസ്ലിം പള്ളിയുടെ പേരാവാൻ ഒരു സാധ്യതയുമില്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജ്ഞാനവാപിയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ശരിക്കും എന്തായിരുന്നു ജ്ഞാനവാപി? അത് ഇവിടുത്തെ സനാതന ധർമ്മം, അതായത് ഈ സനാതന ധർമ്മത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു ഈ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഈ ജ്ഞാനവാപിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കാരണം ജ്ഞാനവാപിയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇത് നമ്മൾ പറയേണ്ടി വരുന്നത്. ഒരു മുസ്ലിം മക്കയ്ക്ക് ഹജ്ജിന് പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ജെറൂസലം സന്ദർശിക്കുന്നത് പോലെ, ഒരു സനാതന ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയപ്പെടുന്നത് ആ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാശിക്ക് പോകണമെന്നാണ്. കാരണം കാശിയിലെ പരമശിവനെ വിശ്വനാഥനായാണ് ഹിന്ദുക്കൾ ആരാധിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിശ്വാസത്തിൻ്റെ മുഴുവൻ നാഥൻ അത് കാശി വിശ്വനാഥനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതന നഗരമാണ് കാശി എന്ന് പറയാമല്ലോ. അത് ഏതൻസിനേക്കാൾ പുരാതനമായ നഗരം എന്ന് പറയാം. മാത്രമല്ല സകല അറിവുകളുടെയും അവസാനത്തെ വാക്കും മോക്ഷമാർഗവും ഒക്കെ കാശിയായിരുന്നു എന്ന് പറയാം. കാശിയിൽ വെച്ച് മരിച്ചാൽ, കാശിയിൽ തന്നെ ഈ ശവം ദഹിപ്പിച്ചാൽ ആ ആത്മാവ് ശിവപാദം പോകുന്നു എന്നാണ് ഹൈന്ദവരുടെ വിശ്വാസം എന്ന് പറയപ്പെടുന്നത്. വലിയ വിശ്വാസമാണത്. അതുകൊണ്ട് തന്നെ ഹിന്ദുധർമ്മത്തിൻ്റെ അടിവേരുള്ള, അല്ലെങ്കിൽ ആ അടിവേർ അളക്കാൻ കാശിയെ നശിപ്പിക്കണമെന്ന് മുഹമ്മദ് ഗോറി മുതൽ ഔറംഗസീബ് വരെയുള്ള ഇസ്ലാമിക അധിനിവേശക്കാർ, അത്തരത്തിലുള്ള അധിനിവേശക്കാർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചരിത്രത്തിൽ ഇസ്ലാമിക മതവർഗീയ അധിനിവേശ ശക്തികളാൽ 3-ലധികം തവണ ആക്രമിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഓരോ വട്ടം തകർക്കപ്പെടുമ്പോഴും ആ ക്ഷേത്രം വർദ്ധിത വീര്യത്തോടെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ്. ഗുപ്തരാജാക്കന്മാർ മുതൽ മറാത്ത സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായിട്ടുള്ള അഹല്യാഭായ് ഹോൾക്കർ വരെ ഈ കാശി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അത് ചെറുതല്ല, സംഭവ ബഹുലമായിട്ടുള്ള പോരാട്ടങ്ങളാണത്. വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന കാശിയെ എങ്ങനെ എന്നേക്കുമായി നശിപ്പിക്കാം എന്നുള്ള ചിന്തയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഔറംഗസീബ് കണ്ടെത്തിയ വഴിയാണ് ക്ഷേത്രം തകർത്ത് അവിടെ ഒരു പള്ളി നിർമ്മിക്കുക എന്നുള്ളത്. അങ്ങനെ ആ തന്ത്രം വിജയിക്കുകയാണ്. ശതാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തം സംസ്കാരത്തിൻ്റെ ആണിവേരായി ആരാധനാമൂർത്തിയെ തിരികെ കിട്ടാൻ വലിയ നിയമയുദ്ധം നടത്തേണ്ട ഗതികേടിലാണ് ഇന്ന് ഹിന്ദു സമൂഹം, ഹിന്ദുക്കൾ എന്ന് പറയപ്പെടേണ്ടി വരുന്നു. അയോധ്യയ്ക്ക് ശേഷം കാശിയിലും മധുരയിലും എല്ലായിടത്തും ഇത് തന്നെയാണ് ഹിന്ദുക്കളുടെ അവസ്ഥ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സ്വാതന്ത്ര്യം ലഭിച്ച ഏകദേശം 76 വർഷം കഴിഞ്ഞിട്ടും സ്വന്തം ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ, ഒരു വിളക്ക് കൊളുത്താൻ, അതിനുവേണ്ടി നിയമപോരാട്ടം നടത്തേണ്ട ദുരവസ്ഥ ഭാരതത്തിലെ ഭൂരിപക്ഷ ജനതയ്ക്ക് ഉണ്ടായിരിക്കുന്നു. അവർക്ക് മാത്രമുള്ളതാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ക്ഷേത്രങ്ങൾ തകർത്ത് പള്ളി നിർമ്മിച്ച ഇസ്ലാമിക രാജാക്കന്മാരെക്കാൾ വലിയ ക്രൂരതയാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതം ഭരിച്ച കോൺഗ്രസ് അവർ ഈ ഹിന്ദുക്കളോട് ചെയ്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആരാധനാലയങ്ങൾ 1947 ഓഗസ്റ്റ് 15 എങ്ങനെയാണോ നിലനിന്നിരുന്നത്, ആ സ്ഥിതി തുടരുമെന്ന് 1991 പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന പേരിൽ നിയമം കൊണ്ടുവന്നു. അതായത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഹിന്ദുക്കൾക്ക് ഇനി ഒരിക്കലും അവരുടെ ആ ക്ഷേത്രങ്ങൾ തിരിച്ചു കിട്ടാതിരിക്കുവാനുള്ള ഒരു വലിയ കുരുക്ക്, ഒരു വൻ കുരുക്ക് തന്നെ ആണ് ആ മതേതരത്വത്തിൻ്റെ മറവിൽ കോൺഗ്രസ് 1991 ഉണ്ടാക്കിയെടുത്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അയോധ്യ പ്രശ്നം അന്ന് ചൂടുപിടിച്ചു നിന്നിരുന്നാൽ വോട്ട് ചോർച്ച ഭയന്ന് അയോധ്യയെ മാത്രം ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കി വയ്ക്കുകയായിരുന്നു കോൺഗ്രസ് എന്നുള്ളത്. നമ്മൾ ആ കഥ മറ്റൊന്നാണ്. ജ്ഞാനവാപിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ജ്ഞാനവാപിയിലേക്ക് വരുമ്പോൾ വേദവ്യാസ മഹർഷി രചിച്ച സ്കന്ദപുരാണത്തിലാണ് ഈ ജ്ഞാനവാപിയെക്കുറിച്ച് വളരെ കൃത്യമായി വിവരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. സ്കന്ദപുരാണം അയോധ്യ രാമജന്മഭൂമി കേസിലും ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടുള്ള വിധി നേടിയെടുക്കുന്നതിൽ വലിയ പ്രധാന പങ്ക് വഹിച്ച ഗ്രന്ഥമാണ് അത് എന്ന് പറയേണ്ടി വരും. 18 പുരാണങ്ങളിൽ ഏറ്റവും വലിയ പുരാണമാണ് സ്കന്ദപുരാണം. ഏകദേശം 1,00,000-ലധികം ശ്ലോകങ്ങളുള്ള ഒരു വലിയ മഹാപുരാണമാണ് ഇത് എന്ന് പറയേണ്ടി വരും. അതിനകത്ത് തന്നെ മഹേശ്വരകാന്ഡം, വൈഷ്ണവകാന്ഡം, ഇങ്ങനെ പലതരത്തിലുള്ള വൈഷ്ണവകാന്ഡം, ബ്രഹ്മകാന്ഡം എന്നൊക്കെ പറഞ്ഞ് കാശികാന്ഡം, കൂടാതെ അവന്ത്യകാന്ഡം, നഗരകാന്ഡം, മറ്റൊന്ന് എന്ന് പറയപ്പെടുന്നത്
പ്രഭാസകാന്ഡം. ഇങ്ങനെ പലതരത്തിൽ 7 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുകയാണ്. ഇതിലാണ് കാശികാണ്ഡത്തിലാണ് ജ്ഞാനവാപിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരണങ്ങൾ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 1000-ലധികം ശ്ലോകങ്ങളുള്ള കാശികാണ്ഡത്തിലെ ജ്ഞാനവാപിയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ഹിന്ദുക്കളുടെ അറിവിലേക്കായിട്ട് വിശദീകരിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യവുമാണ്. കാരണം അത് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് ഈ കാശി എന്ന പേര് എങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ കാശി എന്നുള്ള പേര് ലഭിക്കുവാനുള്ള സാധ്യത എങ്ങനെയായിരുന്നു? സ്കന്ദപുരാണത്തിലെ കാശികാണ്ഡത്തിലെ അധ്യായം 26-ലെ 4-ാമത്തെയും 5-ാമത്തെയും ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കി മനസ്സിലാക്കുക. അഗസ്ത്യ മഹർഷി ചോദിച്ച കാശിയുടെ 6 പേരുകൾ എന്ന് പറയപ്പെടുന്നത് വാരണാസി, കാശി, രുദ്രവാസം, ആനന്ദകാനനം, കൂടാതെ അവിമുക്ത ക്ഷേത്രം. ഇതാണ് 5-ാമതായിട്ടുള്ളത്. 6-ാമതായിട്ട് മഹാശ്മശാനം. ഈ ഓരോ പേരിനെക്കുറിച്ചും വളരെ വിശദമായിട്ടുള്ള വിവരണം ഈ സ്കന്ദപുരാണം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം നമുക്കിപ്പോൾ വിശദീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം അത്രയും വലിയ ഒരു സംഭവമാണ്. ജ്ഞാനവാപിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പേരുകൾ മാത്രം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് കാശിയാണ്. കാശിയെക്കുറിച്ച് പറയുമ്പോൾ കാശ് എന്നാൽ സംസ്കൃതത്തിൽ പ്രസരിക്കുന്നത് എന്നാണ് അർത്ഥം. അതായത് നാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് പ്രകാശ് എന്നത്. അതായത് പ്ര എന്നാൽ മുന്നോട്ട് ചലിക്കുന്നത് എന്നാണ് അർത്ഥം. കാശ് എന്നാൽ പ്രസരിക്കുന്നത് എന്ന്. അതുപോലെ ബുദ്ധിപ്രകാശ് എന്ന വാക്കിന് ബുദ്ധിയെ മുന്നോട്ട് പ്രസരിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം കൽപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തത്, കാശിക്കപ്പുറം 2-ാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് അവിമുക്ത ക്ഷേത്രമാണ്. ഈ അവിമുക്ത ക്ഷേത്രത്തിൽ ശിവപാർവതിമാർ എല്ലാ കാലവും വസിച്ച സ്ഥലമാണ് കാശി എന്ന് പറയപ്പെടുന്നത്. ഒരു സാഹചര്യത്തിലും അവർ ഇവിടം വിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കാശിയെ അവിമുക്ത ക്ഷേത്രം എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് ജ്ഞാനവാപി എന്നുള്ളതാണ്. നമ്മൾ ഈ ജ്ഞാനവാപി പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ ജ്ഞാനവാപി എന്ന് പറയപ്പെടുന്നത് എന്താണ്? കാശിയുടെ ഭൂമിശാസ്ത്ര ഘടന ഇങ്ങനെ വിവരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള ഓരോ വിശുദ്ധമായിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചും സ്കന്ദൻ അഗസ്ത്യ മഹർഷിക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ സ്കന്ദപുരാണത്തിലെ തന്നെ കാശികാണ്ഡത്തിൽ ഏകദേശം 33-ാമത്തെ അധ്യായത്തിൽ, ആ 33-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്ന ജ്ഞാനവാപിയെക്കുറിച്ചുള്ള വിവരണം 300 ശ്ലോകങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. 1-2 ജ്ഞാനവാപിയെക്കുറിച്ച് മാത്രം വിവരിക്കുന്ന ഏകദേശം 300ഓളം ശ്ലോകങ്ങളുണ്ട് അതിനകത്ത് എന്നാണ് പറയപ്പെടുന്നത്. സനാതനധർമ്മത്തിൽ ജ്ഞാനവാപിയുടെ പ്രാധാന്യം എത്രത്തോളം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ അതുമാത്രം മതിയാകും എന്ന്. അതായത് ആ 300 ശ്ലോകങ്ങൾ കണ്ടാൽ മാത്രം മതി, മനസ്സിലാക്കിയാൽ മതി. ലിംഗോത്ഭവമൂർത്തിയെ ശാന്തനാക്കാൻ പരമശിവൻ തൻ്റെ തൃശൂലം ഈ വിശ്വനാഥ ജ്യോതിർലിംഗത്തിൻ്റെ തെക്ക് ഭാഗത്ത് തറച്ചു. അപ്പോൾ അവിടെ ഒരു കുളം രൂപപ്പെട്ടു. ജ്ഞാനവാപിയുടെ കൃത്യമായ സ്ഥാനമാണ് ഈ ശ്ലോകത്തിലൂടെ അവിടെ വിവരിക്കുന്നത് എന്ന് മാത്രമല്ല, വിശ്വനാഥ ജ്യോതിർലിംഗം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഇന്നത്തെ തർക്കത്തിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം അതുകൂടിയാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് നൽകുന്നത് എന്ന് പറയേണ്ടി വരും. അതായത് ജ്യോതിർലിംഗത്തിൻ്റെ തെക്ക് ഭാഗത്താണ് ജ്ഞാനവാപി എങ്കിൽ ജ്ഞാനവാപിയുടെ വടക്ക് ഭാഗത്തായിരിക്കണം കാശി വിശ്വനാഥ ജ്യോതിർലിംഗ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് അതിന് വടക്ക് ഭാഗത്താണ്. അതായത് ഇന്നത്തെ ജ്ഞാനവാപി പള്ളിയുടെ ഭാഗത്തായിരുന്നു വിശ്വനാഥൻ്റെ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത്. അവസാനമായിട്ട് ജ്ഞാനവാപിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്കന്ദപുരാണം പറയുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാണ്. ജാഠ്യത്തെ നശിപ്പിക്കുവാനും, അതായത് ഈ അറിവില്ലായ്മയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് പകരം ജ്ഞാനം പകരാനും ഞാൻ സ്വയമേവ ജലരൂപം സ്വീകരിച്ചു. അതായത് ജ്ഞാനവാപിയിലെ ജലം സ്വയമേവ ശിവരൂപമാണ് എന്നർത്ഥം. പൂജിക്കപ്പെടേണ്ട ആ പുണ്യജലമാണ് ഇന്ന് കാലും മുഖവും കഴുകാൻ വേണ്ടി പള്ളി വിശ്വാസികൾ ഉപയോഗിക്കുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട് എന്നുകൂടി പറയുകയാണ്. എന്തായാലും സത്യം ജയിക്കട്ടെ. ജയിക്കപ്പെടേണ്ട സത്യം ആരുടെ പക്ഷത്താണെന്ന് പരമോന്നത കോടതിയെ നാം പഠിപ്പിക്കേണ്ട കാര്യവുമില്ല. അത് കൃത്യമായി അവർക്ക് മനസ്സിലാകും. അത് സുപ്രീം കോടതിയുടെ ലോഗോയിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതായത് യഥോധർമ്മ തഥോ ജയ, മഹാഭാരതത്തിൽ വ്യാസ മഹർഷി പറഞ്ഞ ശ്ലോകമാണത്. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും സനാതനധർമ്മം ജയിക്കട്ടെ എന്ന് തന്നെ പറയാം.